ഹലോ, ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു ഫ്രൈഡേ വ്ളോഗാണ്. അപ്പോൾ അതാ രാവിലത്തെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ടൈമാണിത്. അപ്പോൾ 5:45 ആയിട്ടുണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ന് എന്ത് വീഡിയോ ചെയ്യും എന്നുള്ളത് ഓർത്തപ്പോൾ ഇന്ന് ഫ്രൈഡേ നമ്മൾ കുറച്ച് വ്യത്യാസമായിരിക്കുമല്ലോ മറ്റേ ദിവസത്തേക്കാളൊക്കെ. അപ്പോൾ ഈ ഒരു ഡേയ്സിൻ്റെ വ്ളോഗ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ എനിക്കിങ്ങനെയുള്ള സ്മെല്ല് കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതാ രാവിലെ ഞാനൊരു ചന്ദനത്തിരിയൊക്കെ ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈഡേസിലുള്ള ഖുർആൻ കാര്യങ്ങളൊക്കെ ഒന്ന് ഓതാനൊക്കെ ഉണ്ട്. അപ്പോൾ സാധാരണ ഞാൻ രാവിലെ എഴുന്നേറ്റാൽ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ രാവിലെ ഓതുന്നത് മുൽക്ക് സൂറത്താണ്. അപ്പോൾ ഇന്ന് ഫ്രൈഡേസിൽ ഞാൻ യാസീൻ ഓതും, അല്ലാത്ത ദിവസം മുൽക്കാണ് ഓതുന്നത് രാവിലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ആ ഒരു നമ്മുടെ കിച്ചൺ വർക്കൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അൽ ഖൗഫ് ഓതലുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നത് കൂടുതലായിട്ടും ലേഡീസ് തന്നെയാണ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് നല്ലതാണ്, മോട്ടിവേറ്റഡ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്, അതുപോലെ ചെയ്യാൻ നോക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കാര്യം കൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഈ ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം വെച്ചിട്ടാണ് എൻ്റെ കാര്യങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ ഞാൻ രാവിലത്തെ ആ ഒരു ഖുർആനും കാര്യങ്ങളൊക്കെ ഓതാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ ഏർലി മോർണിംഗുള്ള ഈ ഒരു ടൈമൊക്കെ നല്ലോണം യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നല്ല ബേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, നല്ലൊരു കാര്യം വെച്ചിട്ട് നമ്മുടെ ആ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടുള്ള ടൈമും നല്ല തന്നെയായിരിക്കും. അപ്പോൾ ബേസ് എപ്പോഴും നല്ലതാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു പോസിറ്റീവ് തിങ്സിൽ തന്നെ തുടങ്ങാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതാ എൻ്റെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ രാവിലത്തെ വെള്ളം കൂടിയൊക്കെ ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് മെൻഷൻ ചെയ്യലുണ്ടത്. അപ്പോൾ ഇതാ ഞാൻ ആ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു 1/2 ലിറ്ററിൻ്റെ ഗ്ലാസ്സാണ്. അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് എൻ്റെത് ആ ഒരു ഇത് കംപ്ലീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ വെള്ളം കുടിക്കാനൊക്കെ മടിയുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു മെഷറിംഗ് കപ്പോ ഗ്ലാസ്സൊക്കെ യൂസ് ചെയ്തിട്ട് അത് ഷെയർ ചെയ്യാണ്ട് നിങ്ങൾ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വാട്ടറാണ് നിങ്ങൾ ആ ഒരു ഡേയ്സിൽ കൺസ്യൂം ചെയ്യുന്നതെന്നുള്ളത്. ഇതിപ്പോൾ രാവിലെ 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ എൻ്റെ ഖുർആനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫ്രൈഡേ അപ്ലോഡ് ചെയ്യേണ്ടതൊക്കെ ഉണ്ടായിരുന്നു. അതപ്പോൾ ഇന്നലെ ചെയ്തിട്ടുള്ളൊരു വർക്കാണിത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇന്ന് രാവിലെയാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്, ആ ഒരു നൈഫ് ഹോൾഡറും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ വർക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തലേദിവസം രാത്രി ഞാൻ തോരനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സമയത്തിനനുസരിച്ച് ഓരോന്നും പ്രീ പ്ലാൻഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും ടൈം വളരെയധികം സേവ് ചെയ്യാനും കിട്ടാനൊക്കെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ പയറാണ് തോരനായിട്ട് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ രാത്രി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം, അതുപോലെ തന്നെ ഈ ഒരു സ്റ്റൗ ഓണാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചപ്പാത്തിക്കുള്ളതും കൂടെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ തറയിലിരുന്നിട്ടാണ് പരത്തിയെടുക്കൽ. അപ്പോൾ അതൊക്കെ ഞാൻ പരത്തിയെടുത്തതിന് ശേഷം തോരനും കൂടെ ഒക്കെ എടുത്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓണാക്കിയിട്ട് ഓരോന്നും ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓരോന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഓഫ് ചെയ്തിട്ട് നെക്സ്റ്റ് പ്രിപ്പറേഷൻ ചെയ്തിട്ട് പിന്നെ അത് കുക്ക് ചെയ്യാൻ നിൽക്കുന്നതിനേക്കാളും ഭയങ്കര ഹെൽപ്ഫുള്ളാണ് എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ ഞാനൊരു ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഉലുവയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പയർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു തോരൻ എൻ്റെ മൂത്ത മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് ടിഫിനിൽ കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് രാവിലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ മോസ്റ്റ്ലി നിങ്ങൾക്ക് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും, രാവിലത്തെ ടൈമിൽ ഞാൻ തോരൻ വെക്കുന്നതാണെങ്കിൽ ഈ ഒരു പയറൊക്കെയാണ് യൂസ് ചെയ്യൽ. കാരണം അവൾ ടിഫിനിൽ കൊണ്ടുപോകാൻ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു പയർ തോരനാണ്. ബാക്കി തോരനൊന്നും അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിന്ന് മീനും കൂടി വറുത്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ചെറിയ മീനായത് കാരണം അവളത് കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ടിഫിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം എന്താണോ വേണ്ടത് ആ ഒരു പ്രിഫറൻസിലാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും രാവിലത്തെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം എന്താണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യവും പിന്നെ ലഞ്ചിന് കൊടുത്തേക്കാനുള്ള കാര്യം കൂടിയിട്ടാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വേവാൻ നേരത്ത് നമുക്കിനി അപ്പുറത്തുള്ള സ്റ്റൗവിൽ
ചപ്പാത്തിയും കൂടെ ഒന്ന് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ രാവിലെ നമ്മൾ കിച്ചണിൽ കയറിയപ്പോൾ തന്നെ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെയുള്ള പണിക്കൊക്കെ നിന്നിട്ടുള്ളത്. അപ്പോൾ പലരും നമ്മൾ ഒരു കപ്പ് ചായയൊക്കെ എടുത്തിട്ടാണ് പണി തുടങ്ങൽ. അപ്പോൾ ഓരോന്നും കഴിയട്ടെ എന്നിട്ട് കുടിക്കുക എന്നുള്ള രീതിയിൽ ഞാനും അങ്ങനെയായിരുന്നു നേരത്തെയൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കുടിക്കൽ. അപ്പോൾ നമ്മുടെ ചായയും തണുത്തു പോവും, അത് പിന്നെ നമ്മൾ കളയലാണ് ചെയ്യൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ടൈമിനനുസരിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് അതിന് ശേഷമാണ് വന്നിട്ട് ഞാൻ ചായ കുടിക്കുന്ന ടൈമിൽ വന്നിട്ട് ചപ്പാത്തിയും കൂടെ പരത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും നല്ലോണം വിശപ്പുണ്ടെങ്കിൽ അതൊന്നും സഹിച്ച് നിന്നിട്ട് കുക്ക് ചെയ്യാൻ നിൽക്കാണ്ടിരിക്കുക. ചെറിയത് എന്തെങ്കിലും കഴിക്കാനോ ഒരു ഡേറ്റ്സ് എങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കറി നമ്മൾ നാടൻ മുളകിട്ട മീൻ കറിയാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള കറി വയ്ക്കുമ്പോൾ ഞാൻ തലേ ദിവസം വെക്കലുണ്ട്. അപ്പോൾ നമ്മുടെ ഡിന്നറിൻ്റെ ടൈമിൽ പാത്രം കഴുകുന്ന ആ ഒരു ടൈമൊക്കെ അല്ലേ, നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ടുള്ള ടൈമിൽ, ആ ഒരു ടൈമിൽ ഞാനതൊക്കെ കുക്ക് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ ഇശാൻസ്കാരൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കിച്ചണിലേക്ക് കയറുന്ന ടൈമിൽ അങ്ങനെയുള്ള മീൻ കറിയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു ടൈമിൽ ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് രാവിലെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ആ ഒരു ടൈം കറി ഉണ്ടാക്കുന്ന ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു രാത്രി കിച്ചണിൽ സ്പെൻഡ് ചെയ്യുന്ന എക്സ്ട്രാ ടൈം സ്പെൻഡ് ചെയ്യില്ലേ, നമ്മൾ ആ ഒരു പാത്രങ്ങൾ എടുത്ത് വയ്ക്കാനും അതുപോലെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകുന്ന ആ ഒരു ടൈമിൽ തന്നെ ഈ ഒരു കുക്കിങ്ങും കൂടെ ആ ഒരു സൈഡിൽ നടന്നു പോകും. അപ്പോൾ അങ്ങനെയുള്ള ടൈമൊക്കെ യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. കുക്കിംഗ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ തലേദിവസം അങ്ങനെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. മീൻകറിയൊക്കെ ചട്ടിയിലുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാണ്. അപ്പോൾ ആ ഒരു കറി തന്നെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ലഞ്ചിനൊക്കെ കൊടുത്തു വിടൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോരുത്തരായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മോക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മീൻകറിയൊക്കെ തലേദിവസം തന്നെ ഉണ്ടാക്കി വെക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ മൺചട്ടിയിൽ അല്ലെങ്കിൽ അയൺ പാത്രത്തിലൊക്കെ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. അലൂമിനിയം പാത്രത്തിൽ നമ്മൾ അസറ്റിക്കായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത് കൂടിയിട്ടാണ്. അതുപോലെ തന്നെ അയൺ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് ഒരുപാട് നേരം അതിൽ തന്നെ സ്റ്റോർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായിട്ട് നമ്മുടെ ടൈം സേവിങ്ങിൻ്റെ ഭാഗമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുക്കിംഗ് ടൈമിൻ്റെ ഗ്യാപ്പ് ഒന്ന് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ഒരുപാട് ടൈം കിട്ടുന്നതാണ്. ആ ഒരു ടൈമിൽ നമ്മൾ ചെറിയ ക്ലീനിങ്ങും അതുപോലെ തന്നെ ഡിഷ് വാഷ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അത് വാഷ് ചെയ്തെടുത്ത് വെക്കാവുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ആ ഒരു ടൈമിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ രണ്ടും കൂടെ നോക്കുന്നുണ്ടായിരുന്നു. തോരൻ്റെ കാര്യവും ചപ്പാത്തിയൊക്കെ നോക്കുന്നതുകൊണ്ട് ഫുൾ ഡിഷ് വാഷിങ്ങൊക്കെ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് നമ്മൾ തലേദിവസം കഴുകി വെച്ചിട്ടുള്ള ടിഫിൻ കാരിയറൊക്കെ ഒന്ന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ കുക്കിങ്ങിൻ്റെ ഇടയിൽ തന്നെ വന്നിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ചപ്പാത്തി ചുടാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി ചുടലും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ചപ്പാത്തി ഇട്ട് കൊടുത്ത ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മൾ പരത്തിയെടുത്ത് വെക്കാൻ യൂസ് ചെയ്തിട്ടുള്ള ട്രേയും കൂടെ ഒന്ന് വാഷ് ചെയ്തെടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ അതാ ഗീയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ലാസ്റ്റ് ചപ്പാത്തി ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ബോട്ടിൽസൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് വൈപ്പും കൂടെ ചെയ്തിട്ട് അതാത് സ്ഥാനത്ത് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് എപ്പോഴും ഒരു നീറ്റ് ആൻഡ് ക്ലിയർ ആയിരിക്കും. ഒരു ക്ലട്ടർ ഫ്രീ ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. ഇനി നമ്മൾ ടിഫിനിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മീനും കൂടെ ശരിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ മോൾക്ക് ചെറിയ മീനൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ അത് ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനത് മീൻ ശരിയാക്കലും ഫ്രൈ ചെയ്യലൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്.
മോൾ സ്കൂളിലേക്കൊക്കെ പോയതിന് ശേഷം നമ്മളും കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പായിട്ട് സ്റ്റൗവും കൗണ്ടർ ടോപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ള പാത്രങ്ങളും കൂടെ ഒന്ന് അപ്പം തന്നെ കഴുകിയെടുത്തേക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫിഷ് ശരിയാക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ കുഞ്ഞു മീനായതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ട് വേണം ശരിയാക്കാനായിട്ട്. അപ്പോൾ അത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാ കാര്യവും നമ്മൾ ഒരുപാട് നേരം നിന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എപ്പോഴും കൗണ്ടർ ടോപ്പിൽ അങ്ങനെ നിന്ന് ചെയ്യാണ്ട് നമ്മൾ ഇതൊന്നും കൂടെ ചെയ്യേണ്ടതാണ്. കിച്ചൺ വർക്കിൽ എപ്പോഴും നമ്മൾ ആ ഒരു സിറ്റിങ്ങും കൂടെ കൺസിഡർ ചെയ്യേണ്ടതാണ്. അപ്പോൾ മീൻ ശരിയാക്കലൊക്കെ ഞാൻ തറയിലിരുന്നിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള ഫിഷിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് തിരുമ്മിയെടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് നീറ്റായി വൃത്തിയായി കിട്ടുന്നതാണ് ഫിഷൊക്കെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ വറുക്കാൻ യൂസ് ചെയ്യുന്ന മസാല കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് 10 മിനിറ്റ് മാറ്റി വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടൊന്ന് ഫ്രൈ ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. ഈ ഒരു മീൻ വറുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ 9:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കിച്ചൺ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. അത് കഴിഞ്ഞ് നമ്മളും കൂടെ ഒന്ന് ഫ്രഷായി വന്നതിന് ശേഷം ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് കുറച്ച് ഓതലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ പിറ്റേഴ്സിനുള്ള വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മോളും കൂടെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ മോള് രാവിലെ നേരത്തെ എണീറ്റിട്ട് പിന്നെയും കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എണീറ്റ് വന്നതാണിപ്പോൾ. അപ്പോൾ അവളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവളൊപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്കുള്ള ഉച്ചനിസ്കാരവും കാര്യങ്ങളും ആ ഒരു ടൈമാണ്. അപ്പോൾ അവളും കൂടെ എൻ്റെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മളിന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ അവൾക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ചെറിയ മീനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് അവൾക്ക് കൊടുക്കുന്നുണ്ട്. തോരൻ കഴിക്കാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടാളും രണ്ട് രീതിയിലാണ്. അപ്പോൾ ഒരാൾക്ക് തോരൻ വേണം, ഇയാൾ ആണെങ്കിൽ ചെറിയ മീൻ കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടമുള്ളത്. അപ്പോൾ അവളെ കഴിപ്പിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഈ ഒരു പ്ലേറ്റ് ഇപ്പോൾ നമ്മൾ രണ്ടുപേർക്കും കൂടിയിട്ടാണ് കേട്ടോ വിളമ്പിയിട്ടുള്ളത്. അപ്പോൾ മോക്ക് മാത്രമുള്ള ചോറല്ല, അപ്പോൾ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ തന്നെ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ 1 മണിക്ക് മുമ്പേ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സ്നാക്ക് ടൈം കുറച്ച് കുറക്കാൻ വിചാരിച്ചിട്ട് ഫ്രൂട്ട്സാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ചില ദിവസം കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല. അപ്പോൾ ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഫ്രൂട്ട്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 3:40 ആയപ്പോഴേക്കും മൂത്ത മോൾ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ വന്നപ്പോൾ തന്നെ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അധികം ഞാൻ ചോറ് കഴിപ്പിക്കലാണ്. അപ്പോൾ ഇന്ന് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, വേറെ എന്തെങ്കിലും സ്നാക്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വേറെ വാങ്ങിച്ചിട്ടുള്ള സ്നാക്സ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ വിചാരിച്ചിട്ട് നമ്മുടെ സോയാബീൻ്റെ പൗഡർ യൂസ് ചെയ്തിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചു. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും എന്തായാലും ഫ്രൈ ചെയ്തിട്ടുള്ളത്, നമ്മളെ വീട്ടിൽ ഫ്രൈ ചെയ്തിട്ടുള്ളത് അത്രയും ഹെൽത്തി ആണല്ലോ. അപ്പോൾ അത് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനൊരു 1.5 കപ്പോളം എടുത്തിട്ടുണ്ട്. 1/2 കപ്പോളം സോയാബീൻ്റെ പൗഡറും കൂടെ എടുത്തിട്ടുണ്ട്. സോയാബീൻ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഡയറ്റിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെ നമുക്ക് ചപ്പാത്തീൻ്റെ മാവിലൊക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കലൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ 1 കപ്പ് മാവാണ് എടുക്കുന്നതെങ്കിൽ 1/2 കപ്പോളം സോയാബീൻ
പ്രോട്ടീൻ്റെ പൗഡർ എടുത്താൽ തന്നെ മതിയാകും. അത് ആ ഒരു പ്രിസ്ക്രിപ്ഷനിൽ ആ ഒരു പ്രിപ്പറേഷൻ ആ ഒരു ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും, അതിൻ്റെ പാക്കിൻ്റെ ബാക്ക് സൈഡിൽ എഴുതിയിട്ടുണ്ടാവും അതിൻ്റെ കണ്ടൻറ്റ് എത്രയാണെന്നുള്ളതൊക്കെ. അപ്പോൾ അതാ ഞാൻ അതിലേക്ക് ഇപ്പോൾ ഷുഗർ ഇട്ട് വെച്ചിട്ടില്ല, നമ്മൾ സോൾട്ടി ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സോൾട്ടും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിതാ നമ്മൾ സാധാരണ നമ്മൾ മാവൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ സാധാരണ വെള്ളം ഒഴിച്ചിട്ട്, തണുത്ത വെള്ളം ഒഴിച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഈവനിങ് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് കയറുമ്പോൾ ആ ഒരു ടൈം ഒന്നും കൂടെ യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പിറ്റേ ദിവസത്തേക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷനൊക്കെ ചെയ്ത് വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ മീൻകറി, ഇപ്പോൾ ഞാൻ ഇന്ന് മീൻകറി ഒന്നും കൂടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. പിറ്റേ ദിവസത്തേക്കുള്ള ഫ്രൈ ചെയ്യാനുള്ള മീനാണ് ഇപ്പോൾ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ അത് ഇനി രാവിലെ എടുത്തിട്ട് നമുക്കത് ഫ്രൈ ചെയ്താൽ തന്നെ മതിയാകും. അപ്പോൾ ആ ഒരു കാര്യമാണ് അപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഇതാ നമ്മൾ ഈ ഒരു മാവ് ഈ ബോട്ടിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ നൈസായിട്ട് ആ ഒരു തിൻ ലെയറായിട്ട് ചുറ്റിച്ചെടുക്കൂലേ, ആ ഒരു ടൈപ്പ് അപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ എളുപ്പത്തിൽ വരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ബോട്ടിലേക്ക് ഇട്ടിട്ട് അതിൽ ക്യാപ്പിലൊരു ഹോൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആ ഒരു മാവിൽ കൈയിടേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആ ഒരു ബോട്ടിൽ ചൂടാവാണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മളത് ഒഴിച്ചു കൊടുക്കുന്ന നേരത്ത് നമ്മളൊന്ന് സിമ്മിലേക്ക് ഇട്ടിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ബോട്ടിലൊന്നും ഉരുകി പോകാതെ അങ്ങനെയുള്ള കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചെടുത്താൽ തന്നെ മതിയാകും. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് എല്ലാവർക്കും ഇതുപോലെ നൈസായിട്ട് അത് ചുറ്റിച്ചെടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാനൊക്കെ അത് ചെയ്തെടുക്കുമ്പോൾ, ഉമ്മയൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ തിന്നായിട്ട് തന്നെ ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ഞാനൊക്കെ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടാണ് വരല്. അപ്പോൾ അതിനൊക്കെ ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ചിരട്ടയില്ല, അതായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ അത് കാണാണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ടോ. അപ്പോൾ ഞാൻ കാണിച്ച പോലെ തന്നെ നല്ല രീതിയിൽ ആ ഒരു സ്നാക്കൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞാൻ കുറച്ചും കൂടെ വലിപ്പത്തിലാട്ടോ ഓരോന്നും ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഓയിലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ രണ്ടെണ്ണമൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഓയിൽ ശരിക്കും എത്താത്ത പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോന്ന് വെച്ചിട്ട് കുറച്ച് വലിപ്പത്തിലാണ് പിന്നെ ഞാൻ ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വൈകുന്നേരം കടി ഉണ്ടാക്കുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ പിറ്റേ ദിവസത്തേക്കുള്ള കറി കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ പിറ്റേ ദിവസം ഫ്രൈ ചെയ്യാനുള്ള മീനാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്ത് ഫ്രൈ ചെയ്യലാണ്. അപ്പോൾ ഇതാ ഓരോന്നും ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ നമ്മളിതൊന്ന് ചുട്ടെടുക്കട്ടെ. അപ്പോൾ മക്കൾ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചൂടായത് കാരണം ഞാൻ കൊടുക്കാണ്ട് മാറ്റി വെച്ചിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ വിളിച്ചപ്പോൾ തന്നെ ഓടി വന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. മൂത്താളും കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്സൊക്കെ ചുട്ട് കഴിയാനായപ്പോൾ തന്നെ ബാങ്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 2 എണ്ണം കൂടെ ചുട്ടെടുക്കാനുള്ള മാവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായയൊക്കെ പിന്നെയും വന്ന് എടുക്കണ്ടല്ലോ വെച്ചിട്ട് ഞാനത് സ്റ്റൗ ഓഫാക്കിയിട്ട് പിന്നെ വന്ന് ചുട്ടെടുക്കാമെന്നുള്ളതിൽ അത് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നിസ്കാരവും ഒത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടാണ് വീണ്ടും വന്നിട്ടുള്ളത്. അപ്പോൾ അതാ ലാസ്റ്റ് 2 എണ്ണം കൂടെ ഇപ്പോൾ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെയുള്ള സ്നാക്സൊക്കെ മീൻ പൊരിച്ചതിൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാ ഓഫീസിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമ്മൾ കട്ടൻ ചായയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇലക്കൊക്കെ ഇട്ടിട്ട് ഒരു നല്ല കട്ടൻ ചായയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊന്നും ഇങ്ങനെ കഴിക്കില്ല കേട്ടോ മീനിൻ്റെ ഒപ്പം. അപ്പോൾ അത് ഓഫീസിൽ നിന്ന് വന്നിട്ടുള്ളതാണത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ടോ ഈ ഒരു ഗോൾഡൻ ഫിഷ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇന്നത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം അതാ അതിൻ്റെ ജാറും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു ലൈറ്റിങ്ങും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നൊരു സംഭവമാണ്.
അപ്പോൾ അങ്ങനെയൊക്കെയായി. മൂത്ത മോള് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓൺലൈൻ മദ്രസ ക്ലാസ്സാണ്. അപ്പോൾ നമുക്കിവിടെ അടുത്ത് മദ്രസാസൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ളതിലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ക്ലാസ്സാണ് കേട്ടോ അതും. അപ്പോൾ അങ്ങനെയൊക്കെയായി നമ്മളിതാ കട്ടൻ ചായക്കൊന്ന് എടുത്തിട്ട് സ്നാക്സും കൂടെ ഒന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വൈകുന്നേരത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ കുറേ നേരം കൂടി കണ്ടതിൻ്റെ സന്തോഷമാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അതാ നമുക്ക് ഒരു ചെറിയ കിളിയും കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഒരു വൈറ്റ്. അപ്പോൾ അതിനെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ തിരിച്ച് കൂട്ടിലേക്ക് ഇട്ടപ്പോൾ തന്നെ കരച്ചിലും കച്ചറയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് വാട്ടർ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി ഒരു മാറ്റൊക്കെ വിരിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എന്നാലും കുറച്ചൊക്കെ പുറത്തൊക്കെ ആവും കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അവർ ആ ഒരു ചൈൽഡ്ഹുഡിലാണല്ലോ ഇതൊക്കെ എൻജോയ് ചെയ്യൽ. നമ്മൾ വലുതായി കഴിയുമ്പോൾ പിന്നെ മേത്താക്കലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആദ്യം ഇങ്ങനെ ഡീസൻ്റായിട്ട് പെയിൻറ്റ് ബ്രഷൊക്കെ വെച്ചിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കാർഡ്ബോർഡ് ബോക്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ടിതാ ഞാൻ എൻ്റെ ഇശാനസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ ആൾ ആകെ മാറി, ഫുള്ള് കയ്യിലൊക്കെ ആക്കിയിട്ട് അതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഏതായാലും ഈ കോലത്തിലായി. അപ്പോൾ കുറച്ച് നേരം കൂടെ കളിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരം അവളെയും കൊണ്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അവളെയും കൂടെ കുളിപ്പിച്ചെടുത്ത് കാര്യങ്ങളൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ രാത്രിക്കുള്ള ചപ്പാത്തിയൊക്കെ ഒന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറിയൊക്കെ നേരത്തെ ഉണ്ടാക്കിയതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കലാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.